ഈ കാന്ന് പോണ കാക്കല്ലേ 300 കൊല്ലാണ് ഒരു കാക്കയുടെ ആയുസ്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് 10-60 വയസ്സ് കഴിഞ്ഞ് ഒലിപ്പ പറയുണ്ടാവും എന്ത് അല്ല തന്ന ഗിഫ്റ്റാ ബാക്കിയുള്ളത്. അങ്ങനെ പോവുകയാണ് മഗ്‌രിബ് ഇശാഉം ഒക്കെ കഴിഞ്ഞ്. പക്ഷേ സുഹൃത്തുക്കളെ, ഒരു കാക്ക ജനിച്ച അന്ന് ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിലേ ആ കുഞ്ഞ് 50 വയസ്സിൽ മരിച്ചു. 60 കാക്ക 300 കൊല്ലം കഴിഞ്ഞിട്ടാ മരിക്കണത്. തത്ത 200 കൊല്ലം കഴിഞ്ഞിട്ടാ മരിക്കണത്. അതുകൊണ്ട് ആ കാക്കയുടെ പേര് ചിരഞ്ജീവി. കാക്കയുടെ ശാസ്ത്രീയ നാമം ചിരഞ്ജീവി എന്നാണ്. മനസ്സിലായിട്ടുണ്ടോ? കാക്ക 300 കൊല്ലം ജീവിക്കും. 300 കൊല്ലം ആയുസ് നൽകപ്പെട്ട കാക്ക പ്രത്യക്ഷത്തിൽ എന്തുപകാര ലോകത്തിന്? പ്രത്യക്ഷത്തിൽ എന്തുപകാര ലോകത്തിന്? ആ കാക്കക്ക് 300 കൊല്ലം ആയുസ് നൽകിയത്. മനുഷ്യൻ എന്തിനാ കുറഞ്ഞ കാലം? ഓനൊരു പരീക്ഷണമായിട്ടാ കൊടുത്തത്. ആ കുറഞ്ഞ കാലത്തിനുള്ളിൽ ചില വിജയങ്ങൾ, ചില നേട്ടങ്ങൾ. അതാണ് എന്റെ സുഹൃത്ത് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞ കാര്യം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്ക് 60-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. മനുഷ്യന് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നത് ആരാന്ന് നോക്കാനാണ്. നിങ്ങളിൽ ആരാ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത്? അല്ലാതെ നിങ്ങളിലാരാ ഇന്ത്യക്കാരൻ, നിങ്ങളിലാരാ പാകിസ്ഥാനി, നിങ്ങളിലാരാ അറബി, നിങ്ങളിലാരാ അനറബി എന്നൊന്നും നോക്കാനല്ല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ, ദലിതരെ, അതിനൊന്നും വേണ്ടിയല്ല. അങ്ങനെ പാർട്ടിയാക്കി, ജാതിയാക്കി, കാസ്റ്റാക്കി തിരിച്ച് തമ്മിൽ തല്ലി മരിക്കാനല്ല അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അഹ്സനു അമല ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഖുർആന്റെ 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഈ ഭൂമിയെ അലങ്കാരമുള്ളതാക്കി, ഐശ്വര്യമുള്ളതാക്കി, പൂന്തോപ്പുകളാക്കി, പൂങ്കാവനങ്ങളാക്കി, കാനനങ്ങൾ ഉണ്ടാക്കി, കാട്ടാറുകൾ ഉണ്ടാക്കി, അത്ഭുതങ്ങളുടെ കലവറയാക്കി. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. 2-ാം അധ്യായം 29-ാമത്തെ വചനം. മനുഷ്യർക്ക് വേണ്ടി ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചു. പശു മനുഷ്യന് വേണ്ടി, പശുവിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. പാമ്പിന് വേണ്ടിയല്ല മനുഷ്യൻ, മനുഷ്യന് വേണ്ടി പാമ്പ്. അങ്ങനെയാ. അതാ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്തെല്ലാ ജീവജാലങ്ങളും മനുഷ്യർക്ക് വേണ്ടി. എന്നാ ചിലരെങ്കിലാണ് ഞാൻ എന്തിനാ സൃഷ്ടിക്കപ്പെട്ട്? അത് പശുവിന് വേണ്ടി. അതുകൊണ്ട് പശുവിനെ തൊട്ട് അവനെ ഞാൻ കൊല്ലും എന്നിടത്ത് എത്തിയത് അതുകൊണ്ടാണ്. നേരെ പശു മനുഷ്യന് വേണ്ടിയാണെന്ന് വന്നാലോ, അപ്പൊ മനുഷ്യനാ പശുവിനെയും കൊണ്ടുപോകുമ്പോ അത് മനുഷ്യന് വേണ്ടിയുള്ള ഒരു ജീവിയാണല്ലോ എന്നുള്ള ബോധം ഉണ്ടാവും. നേരെ പശുവിനെടുത്ത് കൊണ്ടുപോകുമ്പോ പശുവിന് വേണ്ടിയാ നമ്മളെന്ന് വന്നാലോ, കണ്ടടാ നമ്മളെ പടച്ചോനെ പിടിച്ചതടാ കൊണ്ടോണ എന്ന ചിന്തയാ വരിക. അവിടെയും ഇസ്ലാം ഉന്നതമായ കാഴ്ചപ്പാടാണ് വെച്ചു പുലർത്തി. ഉന്നതമായ കാഴ്ചപ്പാട്, ഉത്കൃഷ്ടമായ കാഴ്ചപ്പാട്, ആകാശഭൂമികളെ പോലെ വിശാലമായ കാഴ്ചപ്പാടാണ് ഈ മതം ആ രംഗത്ത് വെച്ച് പുലർത്തിയിട്ടുള്ളത്. അപ്പൊ ആരാണ് മനുഷ്യൻ? മനുഷ്യൻ ഇന്ദ്രിയമായിരുന്നു, അതിൽ നിന്ന് വളർന്നു, കേൾവിയുണ്ടായി, കാഴ്ചയുണ്ടായി, ചിന്തയുണ്ടായി. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഉപയോഗിക്കാനാണ്. കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, ചിന്തിക്കേണ്ടത് ചിന്തിക്കണം. ഞാനിവിടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒരുപക്ഷെ എന്റെ പ്രസംഗം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കേൾക്കണ്ടാവും. മോനെ, ഏതെങ്കിലും ഒരു നായ, ഏതെങ്കിലും ഒരു കുരങ്ങ് കാട്രായി അടിച്ചിട്ട് ലിവർ സിറോസിസ് വന്നിട്ടുണ്ടോ? ഉണ്ടോ? അതിന് രോഗം വന്നിട്ടുണ്ടോ? കള്ളുടിച്ചിട്ട് ലോകത്തെ ഏതെങ്കിലും ഒരു ജീവവർഗത്തിന്? മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയുടെ ആന്തരിക അവയവം ഇന്നത്തെ കാലത്ത് ഒറ്റ ചെറുപ്പക്കാരന്റെയും ധാരാളം ആളുകൾ അതിനൊക്കെ മുക്തരാണ്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ ആന്തരിക അവയവം, കിഡ്നി ആർക്കെങ്കിലും മാറ്റിയേക്കാൻ പറ്റുമോ? ലിവർ ആർക്കെങ്കിലും മാറ്റിയേക്കാൻ പറ്റുമോ? ഇതൊന്നിനും പറ്റാത്തതായി അല്ലെ അവിൽ മിൽക്ക് അടിച്ച പോലെ ഉണ്ടാവും ഓരോരുത്തരുടെ ആന്തരിക അവയവം. അടിക്കാത്തതൊന്നുമില്ല. ഒരു പിതാവ് എന്നോട് കുറച്ച് ദിവസം മുമ്പ് പറയണേ, എന്റെ മോനെ പണ്ടൊക്കെ ഇങ്ങനെ വലിയ വർത്താനക്കാരനും ഭയങ്കര പ്രശ്നക്കാരനും ഒക്കെ ആയിരുന്നു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, വളരെ ശാന്താണ്. ഇടക്കിങ്ങനെ ചിരിക്കും, ഇടക്കിങ്ങനെ നിലവിളിക്കും. ഞാൻ പറഞ്ഞ കാക്ക, ഓൻ കഞ്ചാവിന്റെ ലഹരിയിലാ, പരിശോധിച്ച് നോക്കിയാ കാണാം. ഓൻ കഞ്ചാവ് അടിച്ച് അതിലിങ്ങനെ മാരിജുവാന അത് രുചിച്ചിട്ട് അതിന്റെ ലഹരിയിലാണുള്ളത്. മനസ്സിലാണ്ടോ? നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന സിറ്റുവേഷൻ ഏതാന്ന് പരിശോധിക്കുക. പണ്ട് 15 വയസ്സ് വരെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇന്ന് 12 വയസ്സായ പള്ളേ തീയ, 12 വയസ്സായ കുട്ടികള് മയക്കുമരുന്നിന് അടിമകളാണ്. ലഹരി, പെത്തഡിൻ, ബ്രൗൺ ഷുഗർ, അശീഷ് തുടങ്ങി പലതിനും. അതിനൊക്കെ ആളുകൾ എന്താണ്? ഇന്നത്തെ തലമുറ വിധേയമാണ്. ആണ് മാത്രമല്ല പെണ്ണും എല്ലാ അരാജകത്വങ്ങളും. അതുകൊണ്ട് മനുഷ്യനാരാന്ന് പഠിക്കണം.
മനുഷ്യന്റെ ലക്ഷ്യം എന്താന്ന് പഠിക്കണം. മനുഷ്യനെ നന്നാക്കാനുള്ള വകുപ്പ് എന്താന്ന് പഠിക്കണം. മതത്തിനെ മനുഷ്യനെ നന്നാക്കാൻ കഴിയും. സത്യം ഞങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. എവിടെ ഇതേപോലെ ഒരു സ്പീച്ച് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അവിടെ ഒരു മൈക്കുണ്ട് വിചാരിച്ചോ, അവിടെ ഒരു പ്രാസംഗികനുണ്ട് വിചാരിച്ചോ, ഓൻ നിരീശ്വരവാദി യുക്തിവാദിയാണെന്ന് വിചാരിച്ചോ, ഓൻ അവിടെ നിന്ന് പ്രസംഗിക്കണെന്ത് പടച്ചോനില്ല, ദൈവല്ല, മതല്ല, വേദഗ്രന്ഥമില്ല, ധർമാധർമ്മങ്ങളുടെ പ്രസക്തിയില്ല, ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമില്ല എന്നോ യുക്തിവാദി നിരീശ്വരവാദി അവിടെ നിന്ന് പ്രസംഗിച്ചാൽ ലോകം നന്നാവോ? ലോകം കേടുവരും. ലോകം കേടുവരില്ലേ? ഉഭയകക്ഷി സമ്മതത്തോട് ആർക്കും ഏത് പെണ്ണിനും ആരുമായി ബന്ധപ്പെടാന്ന യുക്തിവാദി പവനൻ 2000 മാർച്ച് മാസത്തിലെ യുക്തി വിചാരത്തിൽ എഴുതിയത്. അങ്ങനെയല്ലേ എന്നും പറയുന്നത്? ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ചർച്ച എന്താ? ആ ചർച്ചകളിൽ പോലും എന്താ? ആണും പെണ്ണും തൊട്ടുരുമിരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കാമുകനെ ശ്രദ്ധിക്കാനല്ല വിദ്യാഭ്യാസം. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഭൗതികവാദികൾ ലോകത്തില്ലേ? ഏത് കമിതാക്കൾ ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന എന്താ ആളുകൾ മനസ്സിലാക്കി? എന്താ കോളേജിൽ നിന്ന് പ്രേമിക്കാനുള്ളതെന്നാ? അതിന് വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയ പോരെ? കോളേജിൽ വരുന്നത് പഠിക്കാനാണോ? വിദ്യാഭ്യസിക്കാനാണോ? തലമുറകളെ നിലനിർത്താനാണോ? ലോകത്തിന് നന്മ നൽകാനാണോ? വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധമായ ഒരു ജനതയെ സൃഷ്ടിക്കാനാണോ? എന്തിനാ വിദ്യാഭ്യാസം? നാക്കാലികൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഇരുകാലിക്ക് എന്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഏത് ദിശയിലാണ് മനുഷ്യൻ എന്ന ബുദ്ധിജീവി വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇത് അമ്മ, ഇത് ഉമ്മ, ഇത് പെങ്ങൾ, ഇത് ഭാര്യ, ഇത് മകൾ, ഇത് കാമുകി എന്ന് പെണ്ണിനെങ്ങനെ വേർതിരിക്കുന്നത് മതമല്ലാതെ മറ്റെന്താണ്? ഇത് അമ്മയാണ്. അമ്മയെ ചുംബിക്കുമുള്ള വികാരം, ഭാര്യയെ ചുംബിക്കുമുള്ള വികാരം, കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുമുള്ള വികാരം, മൂന്നും മൂന്നാണ്. സംശയമുണ്ടോ ലോകത്താർക്കെങ്കിലും? സംശയമുണ്ടോ ലോകത്താർക്കെങ്കിലും? എല്ലാം പെണ്ണെന്നെ, ഉമ്മ പെണ്ണെന്നെ, ഭാര്യ പെണ്ണെന്നെ, മകളും പെണ്ണെന്നെ. പക്ഷെ മകളെ ചുംബിക്കുമ്പോ വാത്സല്യബന്ധിതമായ ഹോർമോൺ, പിതാവിൽ വാത്സല്യബന്ധിതമായ ഹോർമോൺ, മാതാവിനെ ചുംബിക്കുമ്പോൾ മാതൃബന്ധത്താൽ പ്രചോദിതമായ ഹോർമോൺ. ആ തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവില്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യനിങ്ങനെ തിന്നും കുടിച്ചും ഭ്രമിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും ജീവിച്ചു കഴിഞ്ഞു പോകാനാണ് എന്ന് വിശ്വസിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത്. മാനവികതയുടെ കാവലാളുകളോട്, ധർമ്മബോധത്തിന്റെ കാവലാളുകളോട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കുടികുത്തി വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു അല്ലേ? ആ ധർമ്മമേടെ? ആ ധർമ്മമേടെ? അനീതിക്കാണ് ഇരയാക്കപ്പെടുന്നത് അല്ലേ? അല്ലേ? ആലോചിച്ചു നോക്കൂ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടികൾ അനീതിയുടെ ഇരകളാണ്. ആരുടെയൊക്കെയോ താല്പര്യത്തിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ വർദ്ധിച്ചു വരുന്നു അല്ലേ? മറ്റുള്ളവന്റെ ചട്ടുകമാകാനാണ് എല്ലാവർക്കും ഇഷ്ടം. തന്റെ ഇടത്തോടുകൂടി ആണായി ജീവിക്കാൻ, ധർമ്മത്തിന് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും മനുഷ്യർക്ക് കഴിയാതെ പോകുന്നു. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ആരാ മനുഷ്യൻ? ഖുർആൻ പറയാണ് ആരാ മനുഷ്യൻ? അള്ളാഹുവിന്റെ അടിമ, ഉത്കൃഷ്ട സൃഷ്ടി, ധാർമ്മിക ജീവി, മാനവികതയുടെ കാവലാൾ, ജീവിതത്തിന് ലക്ഷ്യമുള്ളവൻ. എന്താ ലക്ഷ്യം? മരണത്തിന് ശേഷമുള്ള ജീവിതം, അവിടുത്തെ രക്ഷ. മഹാഭാരത യുദ്ധം നടക്കുകയാണ്. അർജുനൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല. സ്വജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. സ്വജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഈ യുദ്ധം കേവലം ഒരു യുദ്ധമല്ല, ഇതൊരു ധർമാധർമ്മ യുദ്ധമാണ്. ഇത് ധർമ്മത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗമുണ്ട്. സ്വർഗം ജിതോവാ ഭോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകുന്നു. നീ ഷഹീദാകുന്നു, രക്തസാക്ഷിയാകുന്നു. അർജുന നീ രക്തസാക്ഷിയായി സ്വർഗത്ത് പോകുന്നു. അർജുന നീ ഇപ്പോ ക്ഷത്രിയനാണ്. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് മരിച്ചാൽ നാളെ നീ ബ്രാഹ്മണനാകുന്ന അല്ല, നീ സ്വർഗത്ത് പോകുന്നു.
ഹതോപപ്രാപ്സസി സ്വർഗം. മറുഭാഗത്തോ അന്തം തമഹാപ്രവിശംതിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവര് യഹുസംപൂത്യാമൃതഃ. ദൈവേതരെ ആരാധിച്ചാലോ നരകത്ത് പോകുന്നു. ഈശാവാസുപനിഷത്ത് 12ാമത്തെ ശ്ലോകം. അപ്പൊ ഒരു ഭാഗത്ത് സ്വർഗണ്ട് എന്ന് പറയുന്നു, ഒരു ഭാഗത്ത് ബൗദ്ധൈവ വിശ്വാസികൾക്ക് നരകണ്ട് എന്ന് പറയുന്നു. ഹൈന്ദവ വേദഗ്രന്ഥം അവൻ നരകവും സ്വർഗമുണ്ട് എന്ന് പറയുന്നു. നന്മ തിന്മകൾ ചെയ്തവർക്ക് നന്മയുടെ അടിസ്ഥാനത്തിൽ പുണ്യമുണ്ടെന്ന് പറയുന്നു. സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുമെന്ന് പറയുന്നു. അത് വിശ്വസിക്കാൻ മനുഷ്യന്റെ ബുദ്ധി പ്രേരിതമാകുന്നു. അല്ലെങ്കിൽ ലോകത്തിന് എന്താ അർത്ഥം? ലോകത്തിന് എന്താ അർത്ഥം? മേനകൻ ബേഗണി ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകരവാദിയായിരുന്നു. മേനകൻ ബേഗണി 248ഓളം ബോംബ് സ്ഫോടനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് മേനകൻ ബേഗണി. ബ്രിട്ടീഷ് പത്രങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ലോക ഭീകരവാദി എന്നാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും ലോക ഭീകരവാദി എന്നാണ്. ആ മേനകൻ ബേഗണി പിന്നീട് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായി, പിന്നീട് ലോകത്ത് സമാധാനത്തിന്റെ നോബൽ സമ്മാന ജേതാവായി. ഇന്ത്യക്കും ഉണ്ടത്തരം കഥകൾ ആധുനിക ലോകത്ത്. ഞാനിന്ന് വെറുതെ പറയുകയല്ല. ലോകം വിലയിരുത്തിയ പലരും ഇന്ന് ലോകത്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ്, മാലാകമാരാണ്. ലോകത്തിന്റെ അവസ്ഥാവിശേഷം അതാണ്. അധർമ്മം കൊണ്ടാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് വിശ്വസിച്ചു പോകുന്ന കാലഘട്ടം. നന്മ നിറഞ്ഞവർക്ക് സ്ഥാനമില്ലാത്ത ലോകം. അതുകൊണ്ട് അഭംഗുരം തുടരുന്ന അധർമ്മങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ല പോരാട്ടത്തിന്റെ ജൈത്രയാത്രയിൽ പങ്കാളികളാകാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ആധുനിക ലോകത്തുള്ള സകല മനുഷ്യരോടും ആവശ്യപ്പെടുകയാണ്. രചനാപരമായി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ദൈവിക ഗ്രന്ഥത്തിന്റെ പിൻബലത്തോടെ ചരിത്രത്തിലെ 27 സംവത്സരങ്ങൾ കൊണ്ട് മാനവ ജനതയെ പൂജൻഡിഗിരിയിൽ നിന്നവരെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത വിധാനത്തിൽ കൊണ്ടുവച്ച പ്രവാചക ചക്രവർത്തിയുടെ തിരുചര്യകളുടെ പിൻബലത്തോടെ ലോകത്തിൽ ഒരു പുതിയ വിപ്ലവം. അതാ ലോകത്ത് ഇസ്ലാം കടന്നു വന്നപ്പോണ്ടായത്. അർണോൾഡ് ടോയംബി നസബിലൈസേഷൻ ഓൺ ട്രയൽ പറയുന്നത് മദ്യമുക്തമായ രാജ്യം അത് സൃഷ്ടിക്കാൻ മുഹമ്മദിന് സാധിച്ചു. ലൈഫ് ഓഫ് മുഹമ്മദ്, ലമാർട്ടിൻ, ലോകം കണ്ട വലിയ ചിന്തകന്മാർ, ഗിബ്ബൺ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ലോകത്ത് പ്രവാചകൻ കടന്നു വന്ന കാലഘട്ടത്തെ കുറിച്ച് പറയും. ആ ചിന്താ വിപ്ലവത്തെ കുറിച്ച് പറയും, നന്മയെ കുറിച്ച് പറയുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, MGS നാരായണൻ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ചരിത്ര പണ്ഡിതനാണ്. MGS നാരായണൻ പറയുന്നത് അലക്ഷ്യമായി ജീവിച്ചിരുന്ന അറബ് ജനതയെ ഉന്നത സംസ്കാരങ്ങൾ പഠിപ്പിച്ചത് ആ നിരക്ഷരനായ പ്രവാചകനായിരുന്നു എന്ന് ജീവിച്ചിരിക്കുന്ന MGS നാരായണൻ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഹൈന്ദവരുടെ നവോത്ഥാന ചിന്തകളുടെ തുടക്കക്കാർ മാലിക് ഇബ്നു ദീനാറും കൂട്ടരുമായിരുന്നു. ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നു. ജാതീയതക്കെതിരെ, വിഭാഗീയതക്കെതിരെ, വർഗീയതക്കെതിരെ, ബൗദ്ധൈവത്വത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇസ്ലാം പടപൊരുതി. സമത്വത്തിന്റെ ലോകം, സമഭാവനയുടെ ലോകം, നീതിയാധിഷ്ഠിത ലോകം, ധർമാധിഷ്ഠിത ലോകം, അതായിരുന്നു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇന്നാ മതം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടു. ഇന്നാ മതം സംശയത്തിന്റെ നിലയിൽ നിർത്തപ്പെട്ടു. ഇസ്ലാമിസ ടെററിസം എന്ന് വിളിക്കപ്പെട്ടു. അവിടെയാണ് ആരാണ് മനുഷ്യർ, എന്താണ് മതം എന്ന് നമ്മുടെ ചർച്ച പ്രസിദ്ധമാകുന്നത്. ഞാൻ മനുഷ്യനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഈ മനുഷ്യൻ എന്ന ബുദ്ധിജീവി മണ്ണിന്റെ ഭാഗമായി പോയിക്കൂടാ, മരിച്ചിട്ട് മണ്ണിന്റെ ഭാഗമായി കൂടാ. ഒരു കാട്ടാളന്റെ കുത്തേറ്റ് മരിച്ച ഒരു രാജ്യത്തിന്റെ പരമോന്നതനായ ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ ഈ ലോകത്ത് നിഷ്കാസിതമായി പോയിക്കൂടാ അല്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇന്ത്യ, ഞാനത് 10 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ്. എന്ത്, ഒരുപക്ഷെ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ പാവം രാഷ്ട്രപിതാവ് ഗോഡ്സെയെ മതഭ്രാന്തനായ ഗാന്ധിജി കുത്തിക്കൊന്നു. അങ്ങനെ നമ്മളെ കുട്ടികൾ ചരിത്രം പഠിക്കുന്ന ദിവസം ഉണ്ടാവുമെന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് പാവം രാഷ്ട്രപിതാവായ ഗോഡ്സെയെ മഹാത്മാഗാന്ധി എന്ന മത തീവ്രവാദി കുത്തിക്കൊന്നു, വെടിവെച്ച് കൊന്നു. ഇപ്പൊ ഏറെക്കുറെ അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയണേ? മഹാത്മാഗാന്ധിയെക്കാൾ രാജ്യസ്നേഹി ഗോഡ്സെ ആയിരുന്നു. അതുകൊണ്ട് അമ്പലം ഉണ്ടാക്കേണ്ടത് ഗോഡ്സെക്കാണ്. 10 കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നോ? ഇല്ല. അതാ പറയുന്നത് 15 കൊല്ലം കഴിഞ്ഞാൽ പാവം ഗോഡ്സെ, നമ്മുടെ രാഷ്ട്രപിതാവ്, അർദ്ധനഗ്നനായ ഗോഡ്സെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയോട് വാലി ചേർത്ത ഗോഡ്സെ വരും. കാത്തിരുന്ന് കാണാം.
ഒന്നും മാറിപ്പോയിട്ടില്ല. എന്നെ പറഞ്ഞതൊന്നും മാറിപ്പോയിട്ടില്ല. അവിടേക്കാണ് യാത്ര. അപ്പൊ കാലം മാറുമ്പോ ചരിത്രം മാറും, ലോകം മാറും. തെമ്മാടികൾ നല്ലവരാകും, നല്ലവർ തെമ്മാടികളാകും. അതാ ചരിത്ര കൗൺസിലുകളിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അടി മുതൽ മുടി വരെ മാറ്റി പ്രതിഷ്ഠിച്ചു. അറിയണമത്, അത് ഉൾക്കൊള്ളണം. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ഇടപെടേണ്ട സന്ദർഭമാണിത്. കാലോചിതമായ ഇടപെടലുകൾ മനുഷ്യന്റെ പ്രത്യേകതകളാണ്. ചരിത്രത്തെ മാറ്റിത്തിരുക്കുന്ന ജീവി അതാ മനുഷ്യൻ. ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരാ ചരിത്രം സൃഷ്ടിച്ചത്. മനസ്സിലായോ? മനുഷ്യൻ ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ ഇച്ഛാശേഷി വേണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആറ്റം ബോംബിനേക്കാൾ ഒരു വലിയ ശക്തി മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അത് നന്നായാൽ മനുഷ്യൻ നന്നാവും. അത് ഉണർന്നാൽ, അതറിയിച്ചാൽ ഏത് മനുഷ്യനും വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അത് നന്മക്കായിരിക്കണം. എന്റെ ഭാഗത്തുനിന്ന് ഒരു തിന്മയും ഉണ്ടാകില്ല എന്ന പ്രതിജ്ഞയാണ് മനുഷ്യൻ ഉണ്ടാകേണ്ടത്. അപ്പൊ മനുഷ്യൻ എന്ന ഈ മഹാബുദ്ധിജീവി ഒരു ലൈംഗിക ജീവിയല്ല, ഒരു സാമ്പത്തിക ജീവിയല്ല, ഒരു കേവലം ആത്മീയ ജീവിയല്ല, മറിച്ച് മണ്ണിന്റെയും ആത്മാവിന്റെയും സമ്മിശ്രമാണ്. ധർമ്മവും അധർമ്മവും അവനിലുണ്ട്. ആത്മാവിൽ ധർമ്മബോധം അങ്കുരിക്കുമ്പോൾ മനുഷ്യനിൽ മോക്ഷത്തിന്റെ ചിന്തകൾ കടന്നു വരും. അവിടെ മോക്ഷത്തിന്റെ പാത ഒരുങ്ങും. പ്രവാചക തിരുമേനി ചെയ്തത് അതാ. ഇനി എന്താ മതം? ചുരുക്കി പറയാട്ടോ. ഒന്നിന് ഞാൻ അതിന്റെ രണ്ട് ഭാഗവും ഞാനത് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ മതം? എന്താണ് മതം? എന്തല്ല മതം? മതം എന്ന മലയാള പദത്തിന് നമ്മൾ കൊടുത്ത അർത്ഥം എന്താ? അഭിപ്രായം. എന്നാൽ ഇസ്ലാം ദീൻ, അദ്ദീൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം നല്ല അർത്ഥം. ഖണ്ഡിതമായ നിയമമാണ്. മനസ്സിലായോ? നടപടിക്രമം എന്നാണ്, മാറ്റമില്ലാത്തത് എന്ന്. അഭിപ്രായ ഭിന്നത, അഭിപ്രായം എന്ന മതത്തിന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാണ്. അതാണ് പണ്ഡിത മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് പണ്ഡിതാഭിപ്രായം എന്നാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം അതാണ് പണ്ഡിത മതം അല്ലെങ്കിൽ ശാസ്ത്രമതം എന്ന് പറയുന്നത്. അതാണ് ആ അഭിപ്രായം എന്നുള്ള. അഭിപ്രായം മാറാം, അഭിപ്രായം വ്യത്യസ്തമാകാം. പക്ഷെ ഇസ്ലാം അഭിപ്രായം എന്നല്ല അതിന്റെ അർത്ഥം. അത് മതമാണ്, ദർശനമാണ്, ആദർശമാണ്, ജീവൽഗന്ധിയാണ്. അത് ദൈവപ്രോക്തമാണ്. മതങ്ങൾ അതാ കുഴപ്പം, ദൈവങ്ങൾ അതാ കുഴപ്പം. മതം, ദൈവം ഒരു പ്രശ്നമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. ഖുർആൻ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഈ അടുത്ത കാലത്താണ് ശ്രീനാരായണ ഗുരു അത് പറഞ്ഞത്. ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഖുർആന്റെ വചനമാണ്. കാനന്നാസു ഉമ്മതൻ വാഹിദ ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ ഫഅന റബ്ബുകും ഫഅബ്ദൂൻ. കണ്ടോ? അടക്കം പറയുന്നത് ദൈവം ഏകൻ, മനുഷ്യരെ നിങ്ങൾ ഏക സമുദായം. നിങ്ങളിൽ ബ്രാഹ്മണനില്ല, ക്ഷത്രിയനില്ല, വൈശ്യനില്ല, ശൂദ്രനില്ല, കറുത്തവനില്ല, വെളുത്തവനില്ല, പാശ്ചാത്യനില്ല, പൗരസ്ത്യനില്ല, ഒന്നില്ല. നിങ്ങൾ മനുഷ്യരാണ്. പ്രവാചകൻ തന്നെ ഒന്നാമത്തെ മേഖലാകാർട്ട മാനവ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട അറഫാ കുന്നുകളിലെ ആ പ്രൗഢമായ 10 മിനിറ്റ് പ്രസംഗം മാനവ ചരിത്രം അതിനു മുമ്പ് അത് ദർശിച്ചിട്ടില്ല. അതിനുശേഷവും 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിന്റെ എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. അറബിക്ക് അനറബിയെക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു പ്രത്യേകതയുമില്ല. എല്ലാ ബിത്തഖ്വ, സൂക്ഷ്മത കൊണ്ടല്ലാതെ, ധർമ്മബോധം കൊണ്ടല്ലാതെ, ധാർമ്മികത കൊണ്ടല്ലാതെ. നിങ്ങളെ തൊലിയുടെ നിറം ഇസ്ലാമിന് പ്രശ്നമില്ല. അതുകൊണ്ടാ ബിലാലിനെ റസൂലുള്ളാഹി കെട്ടിപ്പിടിച്ചത്. ഈ കേബന് പോലെ കറുത്ത ബിലാലിനെ, ഈ കേബനിന്റെ കറുപ്പെന്താണോ അതുപോലെ കറുത്ത ബിലാൽ എന്ന മഹാനുഭാവനെ, ആ ബിലാലിനെ പത്രി പോലെ മൂക്കുണ്ടായിരുന്ന ബിലാലിനെ, സ്പ്രിംഗ് പോലെ മുടിയുണ്ടായിരുന്ന ബിലാലിനെ, ഹൈറ്റ് കുറഞ്ഞ ബിലാലിനെ, എത്യോപ്യക്കാരനായ ബിലാലിനെ, കറുത്ത വർഗത്തിന്റെ പ്രതീകമായ ബിലാലിനെ, ചുവന്ന വർഗക്കാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം കെട്ടിപ്പിടിച്ചതും ഷോൾഡറിൽ ചവിട്ടി കേറാൻ പറഞ്ഞതും ഇഫ്തഹിൽ ബാബക യാ ബിലാൽ എന്ന് പറഞ്ഞതും സൽമാൻ അൽ ഫാരിസിയുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചതും മാനവ സമത്വത്തിന്റെ ഗീതം പാടിയതും ആ വിശ്വാചാരനല്ലാതെ ലോകത്ത് വേറെ ആരാ? ഉച്ചനീചത്വങ്ങളില്ല. ബ്രാഹ്മണന്റെ കസേര ദലിതം തൊട്ടാൽ അടിച്ച് നിരത്തി കളഞ്ഞില്ലേ ഉത്തരേന്ത്യയിൽ? ബ്രാഹ്മണ കുട്ടികൾ ഭക്ഷണപാത്രം വെച്ച തട്ട് തൊട്ടതിന്റെ പേരിൽ നല്ലോണം കിട്ടിയില്ലേ? അതല്ലേ നമ്മുടെ ഇന്ത്യ? ജാതി ഭ്രാന്തിന്റെ ഇന്ത്യ, അസഹിഷ്ണുതയുടെ ഇന്ത്യ, അരാജകത്വത്തിന്റെ ഇന്ത്യ,
അസഹിഷ്ണുതയുടേതായ ലോകം സൃഷ്ടിക്കുന്ന ഇന്ത്യ എന്ന അവസ്ഥാവിശേഷം എന്തുകൊണ്ടുണ്ടായി? സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ് ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഘപ്രസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ ദർശനങ്ങളും ഒന്നിച്ചു മേളിച്ച ഒരു രാജ്യം, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ നാട് എന്ന് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പറഞ്ഞ ആ നാടിന്റെ പൈതൃകം ഇന്ന് ആട്ടിയോടിക്കപ്പെട്ടവന്റെ ചരിത്രമായി, അധമത്വത്തിന്റെ ചരിത്രമായി, സ്വച്ഛാധിപത്യത്തിന്റെ ചരിത്രമായി, ഹിറ്റ്ലറിസത്തിന് പഠിക്കുന്നതിന്റെ ചരിത്രമായി, ജർമ്മനിയുടെ, ഹിറ്റ്ലറുടെ നാസിസ്റ്റ് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അനുധാവനം ചെയ്യുന്ന രാജ്യ നേതൃത്വമായി ഇന്ത്യ എന്തുകൊണ്ട് മാറി? അത് ഗൗരവമായി ആലോചിക്കണം. നിർമ്മാണമാണ്, സംഹാരമല്ല. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം പ്രപഞ്ചത്തിന്റെ നാദനപരം മാറ്റുകയില്ല. 13-ാം അധ്യായം സൂറത്ത് റഅദ് 13-ാമത്തെ വചനം. അപ്പൊ മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. അലാ ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. നിങ്ങളുടെ ശരീരമില്ലേ ഈ കായബലമുള്ള നിങ്ങളുടെ ശരീരം, കണ്ണും മൂക്കും കാതും സെറിബ്രവും സെറിബെല്ലവും ആന്തരിക അവയവങ്ങളും ഒക്കെയുള്ള നിങ്ങളുടെ ശരീരമില്ലേ? ആ ശരീരത്തിനൊരു സവിശേഷ അവയവമുണ്ട്, അത് ഹൃദയമാണ്. കേവല ബ്ലഡ് സർക്കുലേഷൻ എന്ന വ്യത്യാസമല്ല, എന്ന ഡ്യൂട്ടി അല്ല, മറിച്ച് ആ മനസ്സ് നന്നായാൽ, ഹൃദയം നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അതുകൊണ്ട് ഹൃദയം നന്നാവണം എന്ന തത്വം മനുഷ്യനോട്. മതം എന്ന് പറയുന്നതോ കുറച്ച് വിശാലമായി പഠിക്കാൻ പടച്ചോൻ അവതരിപ്പിച്ച ഒരു മതം. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. ലോകത്തൊരു പ്രവാചകൻ വന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു മതം നിർമ്മിച്ചു. ഇല്ലേ ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ലോകത്ത് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമോ ഈ വാചകം എന്ന് എനിക്കറിയില്ല. ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയുമോ? സനാതന ധാർമ്മികതയുടെ വക്താക്കൾക്ക് പറയാൻ കഴിയുമോ? വേദങ്ങളുടെ നാടെന്ന് പറയുന്ന നാട്ടുകാർക്ക് പറയാൻ കഴിയുമോ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയുന്നതറിയോ? മുഹമ്മദ് എങ്ങാനും അള്ളാഹുവിന്റെ പേരിൽ മതം എന്ന നിലയിൽ ഒരു വാചകം കടത്തിക്കൂട്ടിയാൽ, ശരിക്കും ശ്രദ്ധിച്ചോളി, ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഭൗതികവാദികളും എല്ലാവരും കേൾക്കുന്നുണ്ടാവാം ഒരുപക്ഷെ ഈ പ്രസംഗം. നല്ലോണം ശ്രദ്ധിച്ചോളൂ. മുഹമ്മദ് എന്ന പ്രവാചകന് ദീനെ, ഇസ്ലാം മതം എന്ന നിലയിൽ സ്വന്തമായിട്ട് ഇത് നല്ലതാണ്, ഇത് മതാണെന്ന് പറയാൻ അള്ളാഹ് അവകാശം കൊടുത്തിട്ടില്ല. ഒരു വാചകം മുസ്ലിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പുതിയ പുതിയ സലാത്തും ബുർദയും പലതും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വാചകം അള്ളാന്റെ പേരിൽ പറയാൻ പാടില്ല. ഒറ്റ വാചകം സ്വന്തമായിട്ട് അള്ളാഹ് പഠിപ്പിക്കാത്തത്, അള്ളാഹ് വഹീ നൽകാത്തത്, അതാ ഖുർആന്റെ പ്രത്യേകത. അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടോ? ഋഗ്വേദത്തിലുണ്ടോ? സാമവേദത്തിലുണ്ടോ? സ്വാമിമാർക്ക് ഒരു വാക്ക് ഇതിന്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം പറയാൻ പാടില്ല. ബൈബിളിന്റെ പേരിൽ സ്വന്തമായ ഒരു വാക്ക് പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയോ? മത്തായിയുടെ, യോഹന്നാന്റെ, ലൂക്കോസിന്റെ ഒക്കെ സ്വന്തം വർത്താനല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം വാക്കല്ലേ? അള്ളാഹുവിന്റെ ഗ്രന്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ അതിന്റെ താഴെയല്ലേ ബാക്കിയുള്ളവരൊക്കെ? മൊയ്ലിയാരും മൗലവിയും മൊല്ലയും മൗലാനയും ഒക്കെ അതിന്റെ താഴെയല്ലേ? ഷെയ്ഖും ഷെയ്ഖത്തിയും ഒക്കെ അതിന്റെ താഴെയല്ലേ? അള്ളാന്റെ റസൂലിന് അള്ളാന്റെ പേരിൽ ഒരു വാചകം കെട്ടിണ്ടാക്കാൻ അവകാശമില്ല. അള്ളാഹ് തന്നെ പ്യൂറായിട്ട് അവതരിപ്പിച്ചാണ് മതം. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. 69-ാം അധ്യായം അൽഹാഖതു മൽഹാഖ എന്ന് തുടങ്ങുന്ന ഒരു അധ്യായമുണ്ട്. അൽഹാഖ മൽഹാഖ വമാ അദ്റാക മൽഹാഖ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ അല്ലാഹ് പറയുന്നത് വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. വല്ലാത്തൊരു വാചകാണത്. എന്താ പറയണറിയോ? ഞാൻ ഇവിടുത്തെ ഭൗതികവാദികളോട് വരെ പറയാണ്, മുഹമ്മദ് എങ്ങാനും അള്ളാന്റെ പേരിൽ സ്വന്തമായ ഒരു കാര്യം പറഞ്ഞാൽ ദൈവത്തിന്റെ വലത് കൈ കൊണ്ട് മുഹമ്മദിന്റെ കൊരവള്ളി പിടിച്ച് പൊട്ടിച്ചു കളയും. അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു വാചകല്ല, ഖുർആനിലല്ലാതെ. അപ്പൊ മുഹമ്മദ് നബി ആരാ? അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചോ? ഇല്ല.
പിന്നെ എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അതേ നോക്കൂ, നിങ്ങൾ ഖുർആനിലൂടെ പറയുന്ന വളരെ പ്രധാനമായ കാര്യം, ഏ മനുഷ്യരെ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി. അപാരമായ 18-ാം അധ്യായം 110-ാമത്തെ വചന. എന്താ പറയുന്നത്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും, മനുഷ്യരെ, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട്, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അപ്പൊ ദിവ്യബോധനമാണ് നബിയുടെ പ്രത്യേകത. ദൈവത്തിങ്കൽ നിന്നുള്ള തിരുവചനങ്ങളുടെ തിരുവരുളപ്പാടുകളുടെ അവസ്ഥാവിശേഷമുള്ള പ്രവാചക തിരുമേനി. എന്നിട്ട് ഖുർആൻ 53-ാം അധ്യായം 3-4 വചനങ്ങളിൽ പറയുന്നതോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എല്ലാരും മനസ്സിലാക്കിക്കോ, ഇസ്ലാം അതാണ്. മുഹമ്മദ് നബി അള്ളാഹ് എന്താ പറയണറിയോ? സ്വന്തമായിട്ട് അദ്ദേഹങ്ങളോട് ഒന്നും പറയില്ല, ഞാൻ ദിവ്യബോധനം നൽകിയതല്ലാതെ. സ്വാമിജിമാർക്ക് പറയാൻ പറ്റുമോ? പള്ളിയിലച്ചന്മാർക്ക് പറയാൻ പറ്റുമോ? മൗലിയമാരെ, മൗലവിമാരെ, നിങ്ങൾ പറയണത് ശരിയാണോ? ഏത് നല്ലതല്ലേ? നല്ല വാചകല്ലേ? പുതിയ വചനല്ലേ? അതിനെന്താ തെറ്റ്? അള്ളാഹ് റസൂലിനെ പറ്റി പറയുന്നത് എന്താണ്? സ്വന്തമായിട്ട് ഒരൊറ്റ വാചക റസൂൽ ഉണ്ടാക്കിയ കൊരവള്ളി പൊട്ടിച്ചു കളയുന്നു. അപ്പൊ മൊയ്ലിയാരെയും മൗലൈന്റെ ഒക്കെ കഥ എന്തായിരിക്കും പഠിച്ചോണ്ട് മുമ്പിൽ? ഏയ്, ഒരു കാര്യവും കൂടി മനസ്സിലായി. ആ ആയത്തിന് നല്ലൊരു പോയിന്റും കൂടി ഉണ്ടാ. എന്താ? ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നബി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്ന കൊരവള്ളി അള്ള പൊട്ടിക്കായിരുന്നു, അത് ലോകത്തിന് അറിയാൻ കഴിയുമായിരുന്നു. മനസ്സിലായില്ലേ? ആയത്തിൽ എന്താ പറയണേ? അള്ളാന്റെ പേരിൽ മുഹമ്മദ് നബി ഒരു വാചകം പറഞ്ഞാൽ കൊരവള്ളി പൊട്ടിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നോർമലായിട്ട് റസൂലുള്ള മരിച്ച് കൊരവള്ളി പൊട്ടി മരിച്ചതല്ല. അല്ല അല്ല അതുകൊണ്ട് എന്ത് മനസ്സിലായി? നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതെന്തും അള്ളാഹു എന്നാണ് ബോധ്യപ്പെട്ടു. പിന്നെ അതിനെ ചോദ്യം ചെയ്താലോ? മുസ്ലിങ്ങളിൽ പലരും അതിനെ ചോദ്യം ചെയ്യില്ലേ? നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതിനെ ഞങ്ങളെ യുക്തിക്ക് ഉൾക്കൊള്ളുന്നില്ല. ഓന്റെ കാര്യം കഥ പോക്ക, ഓന്റെ ഒക്കെ കാര്യം വളരെ പോക്കാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തത് അതാണ് മുത്തഫഖുൻ അലൈഹി. അവർ രണ്ടുപേർ റിപ്പോർട്ട് ചെയ്തത് ആ 2 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. അപ്പൊ അള്ളാന്റെ റസൂല് സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇസ്ലാം? ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കുന്ന ചോദ്യം ഇവിടെയും ചോദിക്കുന്നു, സൂര്യൻ ആരുടേതാ? ആരുടേതാ സൂര്യൻ? ആരാ സൂര്യനെ സൃഷ്ടിച്ചത്? ആരാ ചന്ദ്രനെ സൃഷ്ടിച്ചത്? ആരാ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്?